ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൻ്റെ 5th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് കുളൂംസ് ലോയാണ്. കുളൂംസ് ലോ എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കുളൂംസ് ലോ ഈസ് മോസ്റ്റ് വാലിഡ് ഫോർ പോയിൻ്റ് ചാർജസ് ആണ്. അതിനുശേഷം നമ്മൾ കുളൂംസ് ലോയിൽ തന്നെ നമ്മൾ സംസാരിച്ചു, അതിൻ്റെ വെക്റ്റർ ഫോം പറഞ്ഞു, അതിൻ്റെ പ്രോബ്ലംസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ തുടങ്ങി പിന്നെ കുറച്ച് പ്രോബ്ലംസുകൾ ഡിസ്കസ് ചെയ്തു. കൂടുതൽ പ്രോബ്ലംസുകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഇന്നത്തെ ലെക്ചറും കൂടെ കഴിഞ്ഞാൽ ഇന്നും നമ്മൾ പ്രോബ്ലംസുകളാണ് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് അതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആ പ്രിൻസിപ്പിൾ എന്ത് എന്നുള്ളത് നിങ്ങൾ പണ്ട് മുതലേ പഠിച്ച കാര്യമാണ്. കാരണം +1 ഗ്രാവിറ്റേഷനിൽ നിങ്ങൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്, +1 വേവ്സിൽ നിങ്ങൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും സംസാരിക്കുന്നത്. ആ പ്രിൻസിപ്പിൾ ബൈഹാർട്ടാക്കിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. ഇത് കറക്റ്റ് സ്ഥലത്ത് നമുക്ക് ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. നോക്കൂ, പ്രിൻസിപ്പിളിൻ്റെ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താ നോക്കൂ. സ്റ്റേറ്റ്മെൻറ്റ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളോട് സംസാരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇറ്റ്സ് ദ ഫോഴ്സ് ഓൺ എനി ചാർജ് ഡ്യൂ ടു എ നമ്പർ ഓഫ് അതർ ചാർജസ് ഈസ് ദ വെക്റ്റർ സം ഓഫ് ഓൾ ദ ഫോഴ്സസ് ഓൺ ദാറ്റ് ചാർജ് ഡ്യൂ ടു അതർ ചാർജസ്. കേൾക്കുമ്പോൾ വലിയ എന്തോ സാധനം തോന്നും, ഒന്നുമില്ല. അപ്പോൾ നോക്കൂ, ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ ഒരു Q0 എന്ന് പറഞ്ഞൊരു ചാർജ് ഇവിടെ ഉണ്ട്, ഒരു Q1 ചാർജ് ഇവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഈ Q1 ഒക്കെ ലൈക്ക് ചാർജ് എന്ന് വിചാരിക്കുക. ഈ Q1 എന്ത് ചെയ്യും? Q1 ഈ Q0നെ ഇതിലങ്ങോട്ട് തള്ളും. അതിന് ഞാൻ F1 എന്ന് പേരിടുക തൽക്കാലം. ഓക്കെ, then നോക്കൂ, ഒരു Q2 ചാർജ് ഇവിടെ ഉണ്ടായിരിക്കുക. അതും ലൈക്ക് ചാർജസ് ആണ്. നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾ നോക്കൂ, അതിനങ്ങോട്ട് തള്ളും. ദാറ്റ് ഈസ് F2. ഇവിടെ ഒരു Q3 ചാർജ് ഉണ്ടെങ്കിലോ ആ Q3 ചാർജ് അത് നോക്കൂ, അതിലങ്ങോട്ട് തള്ളും. ദാറ്റ് ഈസ് F3. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് Q0 എന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഓരോരുത്തരും എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കാണുക, എന്നിട്ട് അതിൻ്റെ വെക്റ്റർ സം എടുക്കുക. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് വെക്റ്റർ F ഈസ് ഈക്വൽ ടു വെക്റ്റർ സം ആണ് കേട്ടോ, വെറും സമ്മല്ല. അപ്പോൾ F1 + F2 + F3. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇത്രേ ഉള്ളൂ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇനി ഇതിൽ നോക്കൂ, ഒരു Q4 ഇവിടെ ഇതിലുണ്ടെന്ന് കരുതിക്കോ. ആ Q4 ആ Q4 നെഗറ്റീവാണെന്ന് കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ Q4 ഇയാൾ എന്താ ചെയ്യുക? ഇയാൾ മറ്റോലൊക്കെ ഇങ്ങനെ തള്ളില്ലേ ചെയ്ത്, അപ്പോൾ ഇയാൾ വലിക്കുക ചെയ്യുക അല്ലേ? Q4 ഇങ്ങോട്ട് വലിക്കും. ഇതൊന്നും വലിക്കില്ല കേട്ടോ, ഇത് Q3-ൻ്റെതാ. Q3 ഇതിലങ്ങോട്ട് തള്ളിയതാണത്. എന്നാൽ Q4 ഇതിലങ്ങോട്ട് വലിക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ പ്ലസ് വെക്റ്റർ F4 കൊടുക്കണം. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ ആ പറഞ്ഞ കാര്യം? അപ്പോൾ ടോട്ടൽ ഫോഴ്സ് നിങ്ങൾ കാണേണ്ട സന്ദർഭത്തിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ പോയിന്റിനെ ഒരാൾ ഇതിൽ അങ്ങോട്ട് വലിക്കുന്നു, വേറൊരാൾ ഇതിൽ ഇങ്ങോട്ട് വലിക്കുന്നു, വേറൊരാൾ ഇങ്ങോട്ട് വലിക്കുന്നു. ആകെപ്പാടെ പിടിയും വലി, ഒരാൾ ഇങ്ങോട്ട് തള്ളുന്നു അല്ലേ? ഇപ്പോൾ എന്നെ തന്നെ പല ആളുകളും പല ഡയറക്ഷനിൽ അങ്ങോട്ടും പിടി, ചിലവർ തള്ളുന്നു, ചിലവർ വലിക്കുന്നു. ഈ കേസാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫോഴ്സ് കിട്ടാൻ എന്താ ചെയ്യുക? ഓരോരുത്തരുടെ ഫോഴ്സ് കാണാം. ഒരാളത് കാണുമ്പോൾ മറ്റയാളെ പറ്റി മൈൻഡ് ചെയ്യേണ്ട. അയാളെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ, മറ്റയാളെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ, ഓരോന്നിൻ്റെയും കണ്ടെത്ത് നിങ്ങളതിനെ വെക്റ്റർ സം എടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇതാണ് ഇവിടെയും ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത് ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേടിയും കരുതണ്ട. കാരണം ഇതല്ല പ്രശ്നം. ഇത് പ്രോബ്ലത്തിലേക്ക് ഓരോന്നിലും അപ്ലൈ ചെയ്തിട്ട് നമ്മളിപ്പോൾ തന്നെ കാണാൻ പോവുകയാണ്. അപ്പോൾ നോക്കൂ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മുടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പ്രസൻസ് ഓഫ് നിയർ ബൈ ചാർജസ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നോക്കൂ, ഇനീഷ്യലി ഇവിടെ Q1-ഉം ഈ Q0-യും മാത്രമായിരുന്നല്ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ ആരും നമ്മളതിൽ മാർക്ക് ചെയ്തില്ലായിരുന്നു അല്ലേ? Q0 ഇവിടെ ഉണ്ടായിരുന്നു, അതുപോലെ നോക്കൂ Q1 ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് Q1 Q0യിലേക്ക് എക്സേർട്ട് ചെയ്ത ഫോഴ്സ് ആയിരുന്നു ഇത്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ പറയാണ് തൽക്കാലം, ജസ്റ്റ് സിംപ്ലിസിറ്റിക്ക് പറയാണ്, 10 ന്യൂട്ടൺ എന്നിരിക്കട്ടെ. ലെറ്റ് ഇറ്റ് ബി 10 ന്യൂട്ടൺ. 10 ന്യൂട്ടൺ ആയിരുന്നെങ്കിൽ നോക്കൂ, ആ സമയത്താണ് പിന്നീട് Q2 ഇവിടെ വന്നത്. Q2 വന്നതുകൊണ്ട് Q0യുടെ മുകളിൽ Q1 എക്സേർട്ട് ചെയ്യുന്ന 10 ന്യൂട്ടണിൽ യാതൊരു മാറ്റവും ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. അതിൻ്റെ അർത്ഥം അവൻ നോക്കൂ, Q2 ഇവിടെ വന്നിട്ട് Q2 പുതിയ ഫോഴ്സ് എക്സെർട്ട് ചെയ്തിട്ടുണ്ട്. Q2 പുതിയ ഫോഴ്സ് എക്സെർട്ട് ചെയ്തു. Q2 ഒരു 7 ന്യൂട്ടൺ ആണ് Q2 എക്സെർട്ട് ചെയ്തതെന്ന് വിചാരിക്കും.
അപ്പോൾ അതിൻ്റെ അർത്ഥം Q0ൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സിൽ മാറ്റമുണ്ട് തീർച്ചയായിട്ടും. അതല്ല ഇവിടെ പറയുന്നത്. Q1 Q0ക്ക് മുകളിൽ എന്ത് ഫോഴ്സ് ആയിരുന്നോ എക്സേർട്ട് ചെയ്തിരുന്നത്, ആ ഫോഴ്സിൽ യാതൊരു മാറ്റവും Q2ൻ്റെ പ്രസൻസിന് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായോ? വ്യക്തമല്ലേ പറഞ്ഞത്? അപ്പോൾ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഒരിക്കലും മൂന്നാമത്തെ ചാർജിൻ്റെ പ്രസൻസ് കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിനർത്ഥം ഒരിക്കലും എന്തല്ല. അപ്പോൾ നോക്കൂ, ഈ Q0ൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല എന്നല്ല. Q0യിൽ ഇപ്പോൾ ഈ 10 ന്യൂട്ടൺ ഉണ്ട്, ഈ 7 ന്യൂട്ടൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആയിരിക്കും സ്വാഭാവികമായിട്ടും അയാൾക്ക് മുകളിൽ ഉണ്ടാവുക. പക്ഷേ Q1 ഇപ്പോഴും എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തെന്നായിരിക്കും? ആദ്യത്തെ 10 ന്യൂട്ടണിൽ യാതൊരു മാറ്റവും വരുത്താൻ ഈ Q2ന് സാധ്യമല്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത് ഈ സ്ഥലത്ത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? നോക്കൂ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്ന ഫോഴ്സുകൾക്ക് മാത്രമേ നിങ്ങൾക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. മനസ്സിലായോ? നിയർ ബൈ ചാർജസിന് അല്ലെങ്കിൽ നിയർ ബൈ പാർട്ടിക്കിൾസിന് രണ്ടാളുകൾ തമ്മിലുള്ള ഫോഴ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇഫക്റ്റീവ് ഫോഴ്സ് കാണാൻ, റിസൾട്ടൻറ്റ് ഫോഴ്സ് കാണാൻ നിങ്ങൾക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ന്യൂക്ലിയർ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം. നമ്മളന്ന് യൂസ് ചെയ്താണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് ഉപയോഗിക്കാം. ഇനി നമ്മൾ വേറെയും കാണാൻ പോകുന്നുണ്ട്. എന്നാൽ നോക്കൂ, ന്യൂക്ലിയർ ഫോഴ്സിന് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറ്റില്ല. എന്താ കാരണം? അവിടെ നിയർ ബൈ ന്യൂക്ലിയോൺസിൻ്റെ പ്രസൻസ് രണ്ട് ന്യൂക്ലിയോൺസിനുള്ള ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇനി സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിന് നിങ്ങൾ ഈ സെൻറ്റൻസ് കാണാതെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ സെൻറ്റൻസ് കാണാതെ പഠിക്കലൊന്നും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിന് കാര്യമില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ പ്രോബ്ലംസുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് എവിടെയാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കലാണ്. അപ്പോൾ ഞാൻ ഇനി അതിൻ്റെ പ്രോബ്ലത്തിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പ്രോബ്ലം ഞാൻ ചെയ്യുന്നത് നേരെ നോക്കി എഴുതരുത്. പകരം നിങ്ങൾ പ്രോബ്ലം കണ്ടാൽ നിങ്ങൾ ഒറ്റക്കൊന്ന് അറ്റംപ്റ്റ് ചെയ്യുക. പോസ് ചെയ്യൂ, നിങ്ങൾ ഒറ്റക്ക് അറ്റംപ്റ്റ് ചെയ്യും. എന്നിട്ട് അത് എന്തെങ്കിലും ഒന്നുകിൽ നിങ്ങൾക്ക് റൈറ്റ് ആൻസർ കിട്ടണം, അല്ലെങ്കിൽ റോങ് ആൻസർ കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ആവണം. അപ്പോഴാണ് നിങ്ങൾ വീഡിയോ തുടർന്ന് കാണേണ്ടത്. റെഡി അല്ലേ? ഓക്കെ, നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. നോക്കൂ, പ്രോബ്ലം ശരിക്കും പഠിക്കുക. അവിടെ പ്രോബ്ലത്തിൽ പറഞ്ഞത് 4 ചാർജസ് തന്നിട്ടുണ്ട്. ലൊക്കേറ്റഡ് ദ കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ 4 കോർണേഴ്സിലാണുള്ളത്. അത് നോക്കൂ, ഞാനിതാ ഒരു സ്ക്വയർ തൽക്കാലം ഇവിടെ കാണിച്ചു, ലൈക്ക് ദിസ്. ഓക്കെ, ഇതിന് QA അല്ലേ? QA എന്ന് പറഞ്ഞിട്ട് 4 നാനോ കൂളൂംബാണ്. QB അതായത് ABCD ആണെന്ന് നോക്കൂ. ABCD ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബിയിൽ ആരാളുള്ളത്? -7 നാനോ കൂളോം. സിയിൽ അല്ല സോറി PQRS ആണ് ക്വസ്റ്റനിൽ തന്നല്ലേ. ഓക്കെ, ദ PQ ആണ്. ആൻഡ് ദിസ് ഈസ് R ആൻഡ് ദിസ് ഈസ് S. ഓക്കെ, പിയിൽ 4 നാനോ കുളോംബ്, ക്യൂവിൽ -7, ആറിൽ എഗെയിൻ എത്ര ഉള്ളത്? 4 നാനോ കുളോം. ദെൻ എസ്സിൽ വീണ്ടും 7 നാനോ കുളോം തന്നുണ്ട്. ആൻഡ് യു ആർ സപ്പോസ് ടു ഫൈൻഡ് ദ ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ 2 മൈക്രോ കുളോം പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ. ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ളൊരു എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് കാണാനാണ് പറഞ്ഞത്. ചില ആളുകൾക്ക് വളരെ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ആൻസർ ഇപ്പോൾ കിട്ടിക്കൂടായികയില്ല. സൈഡ് ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ട്, ക്വസ്റ്റനിൽ 10 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ അങ്ങനെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഈ ക്വസ്റ്റിനെ എക്സ്പ്രസ് ചെയ്യുക, ആൻസർ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം നമ്മൾ എങ്ങനെയാണ് ഈ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുന്നത് നോക്കും. ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ ശരിക്കും മനസ്സിലങ്ങോട്ട് സ്ട്രോങ് ആക്കി വെക്കുക. 2 ചാർജുകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ എങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? കുളൂംസിലോ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആവശ്യമില്ല. 2-ലധികം ചാർജുകൾ വരുന്ന സമയത്താണ് ഒരാൾക്ക് മുകളിൽ 1-ലധികം ഫോഴ്സുകൾ ഉണ്ടാവുക. അപ്പോഴാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യേണ്ടത്. നോക്കൂ, ഇപ്പോൾ ഈ ക്വസ്റ്റനിൽ നോക്കൂ, സെൻറ്ററിൽ വെച്ച 2 മൈക്രോ കുളൂംബ്, അയാൾക്ക് മുകളിൽ ആ 4 കോർണേഴ്സിൽ വെച്ചിട്ടുള്ള ചാർജുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് മുകളിലുള്ള നെറ്റ് ഫോഴ്സ് കാണാൻ നമ്മൾ പഠിച്ചത് എന്താ? ഓരോരുത്തരും എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് പ്രത്യേകം കാണുക, എന്നിട്ട് അതിൻ്റെ ഒക്കെ വെക്റ്റർ സം എടുക്കുക. അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ഞാൻ ചെയ്ത് നോക്കൂ.
അതിന് ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലും ഡയഗ്രാം വരച്ചിട്ട് കാര്യമില്ല. ഞാൻ ആദ്യം ചെയ്യുന്ന പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. ആർക്ക് മുകളിലുള്ള ഫോഴ്സ് ആണോ കാണാൻ പറഞ്ഞിട്ടുള്ളത്, 2 മൈക്രോ കുളൂമ്പിന് മുകളിലുള്ള ഫോഴ്സാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ആ 2 മൈക്രോ കുളൂമ്പിൻ്റെ അടുത്തേക്ക് ചെല്ലുക. കണ്ടോ, ഞാൻ ഇവിടെ എത്തി. എന്നിട്ട് അയാളെ ബാക്കിയുള്ള ചാർജുകളൊക്കെ എന്ന് വെച്ചാൽ ഈ 4 ഇവരൊക്കെ അയാളെ ഉന്തുകയാണോ തള്ളുകയാണോ, ഉന്തുകയാണോ വലിക്കുകയാണോ, പുഷിംഗ് ആണോ പുള്ളിങ് ആണോ, അട്രാക്റ്റ് ചെയ്യുകയാണോ റിപ്പൽ ചെയ്യുകയാണോ, അത് മാർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഈ 4 മൈക്രോ കുളൂമ്പ് ഈ 2 മൈക്രോ കുളൂമ്പിന് എന്താ ചെയ്യുക പറയൂ, 2 ലൈക്ക് ചാർജ് അല്ലേ. അപ്പോൾ അയാൾ അതിനെതാ ഇങ്ങോട്ട് തള്ളും. റെഡിയല്ലേ, ഇങ്ങോട്ട് തള്ളും. ക്ലിയർ? അപ്പോൾ നോക്കൂ, ഇതിനെ ഞാൻ പേരിടുന്നു എഫ് പി എന്ന് പേരിട്ടാൽ തൽക്കാലം എഫ് പി എന്ന് ഞാൻ പേരിട്ടു. എഫ് പി റെഡി. ഇനി നോക്കൂ, ഇവിടെ ഉണ്ടല്ലോ 4 നാനോ കുളമ്പ്. ഈ 4 നാനോ കുളമ്പ് ഈ ചാർജിന് എന്താ ചെയ്യുക, ഇതിന് നോക്കൂ, ഇതാ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇതാ ഇങ്ങോട്ട് തള്ളും. എഫ് ആരാത്, എഫ് ആറിൽ വെച്ച ചാർജ് എക്സൈറ്റ് ചെയ്യുന്നത്. എന്താ പ്രത്യേകത നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ 4 നാനോ കുളമ്പും ഈ 2 മൈക്രോ കുളമ്പും 1/4πε0 Q1 Q2, അതേപോലെ ഇവിടെയും Q1 Q2 രണ്ടും സെയിം, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് നോക്കൂ, രണ്ടും സെയിം ഡിസ്റ്റൻസ് അല്ലേ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, എഫ് ആറിൻ്റെ മാഗ്നിറ്റ്യൂഡും എഫ് പിൻ്റെ മാഗ്നിറ്റ്യൂഡും ഈക്വലാണ്, ഡയറക്ഷനോ ഓപ്പോസിറ്റ്. മനസ്സിലായോ? റെഡിയല്ലേ? അതുപോലെ നോക്കൂ, ഈ 7 മൈക്രോ കുളമ്പ് നോക്കൂ, ഇവിടുത്തെ ഈ 7 മൈക്രോ കുളമ്പ് സെൻറ്ററിലുള്ള ഇയാൾ എന്താ ചെയ്യുക, ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. അത് നമുക്ക് എഫ് ക്യൂ എന്ന് മാർക്ക് ചെയ്യാം, എഫ് ക്യൂ. അതുപോലെ നോക്കൂ, ഈ 7 നാനോ കുളമ്പ് എന്താ ചെയ്യുക, അതിന് നോക്കൂ, ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. ഫോഴ്സ് ഡ്യൂ ടു ദ ചാർജ് പ്ലേസ്ഡ് അറ്റ് എസ്. എഗെയിൻ നിങ്ങൾക്ക് നോക്കൂ, -7 2 -7 2 മാഗ്നിറ്റ്യൂഡ് ആകുമ്പോൾ 7 2 മൈക്രോ നാനോ, ഡിസ്റ്റൻസ് സെയിം. അപ്പോൾ അതും നോക്കൂ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് അല്ലേ, ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്താൽ ടോട്ടൽ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡ്യൂ ടു ദ ചാർജ് പ്ലേസ്ഡ് അറ്റ് പി പ്ലസ് ഫോഴ്സ് ഡ്യൂ ടു ദ ചാർജ് പ്ലേസ്ഡ് അറ്റ് ക്യൂ പ്ലസ് ഫോഴ്സ് ഡ്യൂ ടു ദ ചാർജ് പ്ലേസ്ഡ് അറ്റ് ആർ പ്ലസ് ഫോഴ്സ് ഡ്യൂ ടു ദ ചാർജ് പ്ലേസ്ഡ് അറ്റ് എസ്. മനസ്സിലായോ? ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കൂ, അത് ഈക്വൽ പറയുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ എഫ് ആറും എഫ് പിയും തമ്മിലുള്ള റിലേഷൻ നോക്കുക. എന്താ റിലേഷൻ നോക്കൂ, ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ഞാൻ, ബട്ട് എഫ് ആർ ഈസ് ഈക്വൽ എന്താ, മൈനസ് എഫ് പി ആണ്. ശരിയല്ലേ? എഫ് ആർ ഈസ് ഈക്വൽ മൈനസ് എഫ് പി അല്ലേ, ആണ്. അതുപോലെ നോക്കൂ, എഫ് എസിൻ്റെ പ്രത്യേകത എന്താ, എഫ് ക്യൂവിൻ്റെ ഓപ്പോസിറ്റാണ്. ആൻഡ് എഫ് എസ് ഈക്വൽ ടു ആരാ, മൈനസ് എഫ് ക്യൂ ആണ്, മൈനസ് എഫ് ക്യൂ. ഇത് നമ്മൾ ഇക്വേഷൻ 1 അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 1 എന്താ തരാൻ നോക്കൂ, ദ നെറ്റ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എഫ് പി പ്ലസ് വെക്റ്റർ എഫ് ക്യൂ. നോക്കൂ, പ്ലസ് വെക്റ്റർ എഫ് ആർ ആരാ, മൈനസ് എഫ് പി ആണ് അല്ലേ. അപ്പം മൈനസ് എഫ് പി പ്ലസ് വെക്റ്റർ എഫ് എസ് എന്താ, മൈനസ് എഫ് ക്യൂ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക ആൻസർ, 0. ഇയാൾ ക്യാൻസൽ ചെയ്തു, ക്യാൻസൽഡ്. മനസ്സിലായോ? Therefore, the net force experienced by the 2 micro coulomb placed at the center of the square is 0. മനസ്സിലായോ? ഓക്കെ, നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ തെറ്റ് പറ്റി നോക്കുക. ചിലർക്ക് ആൻസർ ആദ്യം 0 എന്ന് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷേ എങ്ങനെ എഴുതും, എങ്ങനെ ഇത് എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് നോക്കൂ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിൽ ചാർജ് വെച്ചതിൻ്റെ കാര്യമാണ് സംസാരിച്ചിട്ടുള്ളത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ കോർണേഴ്സിൽ. അപ്പോൾ നോക്കൂ, നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കാം. ഓക്കെ, ഞാൻ ആ ട്രയാങ്കിളിൻ്റെ പേര് ക്വസ്റ്റ്യനിൽ പേര് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പേര് എ ബി സി. അവിടെയൊക്കെ ചാർജ് വെച്ചിട്ടുണ്ട്. എയിൽ വെച്ച ചാർജ് 1 മൈക്രോ കുളമ്പാണ്, 1 μc. ബിയിൽ -1 μc. സിയിൽ വെച്ചിട്ടുള്ളത് 2 മൈക്രോ കുളം. സിയിൽ നോക്കൂ, അവിടെ വെച്ചിട്ടുള്ളത് 2 മൈക്രോ കുളോമ്പ് ചാർജ് സിയിലും വെച്ചിട്ടുണ്ട്. ഓക്കെ,
and you are supposed to find the total force experienced by the charge placed at C, that is this 2 microcoulomb. ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ നിങ്ങൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ സൈഡ് ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണ്, 10 സെൻറ്റിമീറ്റർ ആണ്. എന്താ നേരത്തെ പറഞ്ഞ ഐഡിയ? ആർക്ക് മുകളിലുള്ള ഫോഴ്സാണോ കാണാൻ പറഞ്ഞത്, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അയാളടുത്തേക്ക് പോകണം. ഇവിടെ ആർക്ക് മുകളിലുള്ള ഫോഴ്സാണ് കാണാൻ പറഞ്ഞത്? ഇതാ നോക്കൂ, ഈ 2 മൈക്രോകുളമ്പ്. അപ്പോൾ നമ്മൾ 2 മൈക്രോകുളമ്പിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അയാളെ ബാക്കിയുള്ളവർ എന്താ ചെയ്യാൻ നോക്കുക? നോക്കൂ, എയിൽ വെച്ച ചാർജ് ഈ 2 മൈക്രോകുളമ്പിന് എന്ത് ചെയ്യും? പറയൂ, എന്താ ചെയ്യാം? വലിക്കോ തള്ളോ? തള്ളും. നോക്കുക, അതിങ്ങനല്ലേ തള്ളുക? നോക്കൂ, ഇതിന് നമ്മളെന്താ പേരിടുക? ഫോഴ്സ് ഓൺ സി ഡ്യൂ ടു എ. ഫോഴ്സ് ഓൺ സി ഡ്യൂ ടു എ. ആർക്കും കൺഫ്യൂഷൻ ഇല്ലാന്ന് കരുതുന്നു. ഇനി നോക്കൂ, നമ്മൾ വേറെ അടുത്തത് ചെയ്യാൻ പോവാണ്. അടുത്തതിൽ നോക്കൂ, ഇവിടെ ഈ മൈനസ് ബിയിൽ -1 മൈക്രോകുളമ്പ് ഉണ്ട്. അയാൾ 2 മൈക്രോകുളമ്പിന് എന്താ ചെയ്ത്? മൈനസാണ്. അപ്പം മൈനസ് ആയതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? അട്രാക്ഷനാണ് അവിടെ സംഭവിക്കുക. ശരിയല്ലേ? അത് നോക്കൂ, അതിലങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. അതിന് ഞാൻ പേരിടുന്നു ഫോഴ്സ് ഓൺ ചാർജ് പ്ലേസ്ഡ് അറ്റ് സി ഡ്യൂ ടു ബി. കണ്ടോ? ഡ്യൂ ടു ബി. മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, നമുക്ക് ഈ ഫോഴ്സ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. നമ്മുടെ ആൻസർ കിട്ടാൻ നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആൻസർ കിട്ടാൻ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. നെറ്റ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. വെക്റ്റർ എഫ് സി എ പ്ലസ് വെക്റ്റർ എഫ് സി ബി. ഇത് സോൾവ് ചെയ്താൽ നമ്മളെ പണി കഴിഞ്ഞു. ഇത് സോൾവ് ചെയ്താൽ നമ്മൾ പണി കഴിഞ്ഞു. മനസ്സിലായോ? ഓക്കെ, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്. നോക്കൂ, ആദ്യം നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷനൊക്കെ ഒപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാം. നോക്കൂ, എഫ് സി എൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ആദ്യം കാണാൻ പോവാണ്. എഫ് സി എൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ആദ്യം കാണാം. നോക്കൂ, ദിസ് എഫ് സി എയിൽ ആരാ? 1/4πε0 Q1 Q2 ആണല്ലോ. ഓക്കെ, അതേപോലെ എഫ് സി ബിയിലോ അതും Q1 1 മൈക്രോ, മറ്റേത് എത്ര? 2 മൈക്രോ. അതും കുഴപ്പമില്ല. പിന്നെ മൈനസ് ഉണ്ട്. മൈനസ് ഡയറക്ഷനിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അത് നമ്മൾ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ കൺസേൺ ആവേണ്ടതില്ല. മനസ്സിലായോ? അപ്പോൾ മാഗ്നിറ്റ്യൂഡ് പിന്നെ ഡിസ്റ്റൻസ് നോക്കൂ, ഇവിടുത്തെ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ. അപ്പോൾ 1/4πε0 Q1 Q2/r² ചെയ്താൽ അത് എഫ് സി എക്ക് ചെയ്താലും എഫ് സി ബിക്ക് ചെയ്താലും നമുക്ക് എന്താ കിട്ടുക? ഒരേ ആൻസറാണ് കിട്ടുക. അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നത് ശ്രദ്ധിക്കൂ. ഞാൻ ഇവിടെ എഴുതുന്നത് എഫ് സി എൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു എഫ് സി ബിയുടെ മാഗ്നിറ്റ്യൂഡ്. ഇത് രണ്ടും സെയിം ആണ്. ആൻഡ് ഈസ് ഈക്വൽ ടു അതെത്ര വരിക? 1/4πε0. എത്ര? എസ് ഐയിലെ വാല്യൂ എത്ര? 9 × 10⁻⁹ ഇൻ ടു Q1 എത്ര? 10⁻⁻6 1 മൈക്രോ ഇൻറ്റു Q2 എത്ര? 2 × 10⁻⁻6. മനസ്സിലായോ? ഈ രണ്ടിലും അത് തന്നെയാണ്. ക്ലിയർ അല്ലേ? ഇവിടെയും അത് തന്നെയാണ്. ഈ കേസിൽ അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് അത് തന്നെയാണ്. ഡിവൈഡഡ് ബൈ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ. 10 × സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കുക. 10⁻², ദ ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × 10⁻9 ഇൻറ്റു 2 × 10⁻12. ശരിയാണല്ലോ? 10⁻6ഉം 10⁻6ഉം ഡിവൈഡഡ് ബൈ 10ൻ്റെ സ്ക്വയർ 10² ഇൻറ്റു 10⁻⁻4. ക്ലിയർ അല്ലേ? 10⁻⁻4ഉം 10⁻12ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ 10⁻⁻8. 10⁻⁻8ഉം 10⁻9ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടെ 10⁻1. ആ 10⁻1ഉം ഇവിടെ ഒരു 2ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടെ 1 ആയി. മനസ്സിലായോ? അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു 1 ഉണ്ട്. ഇനി നോക്കൂ, ഇവിടെ ആരാളുള്ളത്? ഇനി 9 × 2 അതെത്ര? 18. 18/10 എത്ര? 1.8 എന്ന് നിങ്ങൾക്ക് ഇത് കിട്ടി. ഇതെന്താ കിട്ടിയത്? എഫ് സി എൻ്റെ വാല്യൂയും എഫ് സി ബിൻ്റെ വാല്യൂ കിട്ടി. നമുക്ക് വേണ്ട എന്താ? റിസൾട്ടൻറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ചാർജ് പ്ലേസ്ഡ് അറ്റ് സി. അതാണ് കിട്ടേണ്ടത്. ഞാൻ റിസൾട്ടൻറ്റ് ഫോഴ്സ് കാണുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത ടാസ്ക്. നോക്കൂ, വളരെ സിമ്പിളാണ്. കാരണം നിങ്ങൾ വെക്റ്റർ അഡീഷനാണ് ചെയ്യേണ്ടത്. ഇതൊരു വെക്റ്ററാണ് ഈ ഫോഴ്സ്, ഇത് വേറെ വെക്റ്ററാണ്. അപ്പോൾ നോക്കൂ, ആ വെക്റ്റേഴ്സ് തമ്മിലുള്ള ആംഗിൾ എത്ര? 120 ഡിഗ്രി. കാരണം ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. മൊത്തം ഈ ആംഗിൾ എത്ര വരിക? 180. ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടൻറ്റ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു
റൂട്ട് ഓഫ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരിക, ഇവിടെ F1 സ്ക്വയർ പ്ലസ് F2 എന്ന് വെച്ചാൽ F1 ആരാ, FCA സ്ക്വയർ അല്ലേ. ഞാൻ അങ്ങനെ എഴുതണോ? നോക്കൂ, FCA സ്ക്വയർ പ്ലസ് അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്, FCB സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു FCA ഇൻറ്റു FCB ഇൻറ്റു cos 120 ഇൻറ്റു cos 120. വളരെ സിമ്പിൾ. ഞാൻ അങ്ങനെ നീട്ടി എഴുതിയതാണ്, അതിനൊന്നും ആവശ്യമില്ല. നോക്കൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതെത്ര 1.8 സ്ക്വയർ, എത്ര 1.8 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എത്ര 1.8 സ്ക്വയർ cos 120 എത്ര -1/2 റൂട്ടിൻ്റെ ഉള്ളിലാട്ടോ. ഓക്കെ, നോക്കൂ, ഈ ടൂവും ക്യാൻസൽ ചെയ്ത്. അപ്പോൾ ഇവിടെ -1.8 സ്ക്വയർ അല്ലേ ഉള്ളത്, അതും ഒരു 1.8 സ്ക്വയറും ക്യാൻസൽ ചെയ്ത്. ഇനി ആകെ എന്താ ഉള്ളത്, റൂട്ടിൻ്റെ ഉള്ളിൽ 1.8 സ്ക്വയർ ഉള്ളത്. അതിൻ്റെ റൂട്ട് എടുത്താൽ എത്ര കിട്ടുക, ദ ആൻസർ ഈസ് അഗെയിൻ 1.8 ന്യൂട്ടൺ. കിട്ടിയോ? മനസ്സിലായോ ക്വസ്റ്റ്യൻ? ഓക്കെ, ആവർത്തിച്ച് കണ്ടോളാം. മനസ്സിലായിട്ടില്ലെങ്കിൽ, കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ ശ്രദ്ധിക്കുക. നൗ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നും നിങ്ങൾ ക്വസ്റ്റ്യൻ നേരിട്ട് ചെയ്യരുത്, നേരിട്ട് കാണരുത് സൊല്യൂഷൻ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ആരും മറക്കരുത്. നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കൂ. 2 സ്ഫെറിക്കൽ കണ്ടക്ടേഴ്സ്, സ്ഫിയർ ആണ്, അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, AB, ഹാവിങ് ഈക്വൽ റേഡിയ ആൻഡ് ക്യാരിങ് ഈക്വൽ ചാർജസ്. അപ്പോൾ രണ്ടിലും QQ റിപ്പൽ ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് F ഫോഴ്സിലാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ F ഫോഴ്സിൻ്റെ ഇക്വേഷൻ അവിടെ എഴുതി വെക്കുക. F ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ, F ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ഈക്വൽ ചാർജസ്. അപ്പോൾ Q1 Q2 സെയിം തന്നെ, ഡിവൈഡഡ് ബൈ R². ഇതാണ് F എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 1 അവിടെ കട്ടെ. ഇനി എ തേർഡ് സ്ഫെറിക്കൽ കണ്ടക്ടർ C, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. തേർഡ് സ്ഫെറിക്കൽ കണ്ടക്ടർ C ഹാവിങ് സെയിം റേഡിയസ് ആസ് ദാറ്റ് ഓഫ് B. അപ്പോൾ എക്കും ബിക്ക് ഒരേ സെയിം ആണ്, അപ്പോൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ളൊരു സാധനം കൊണ്ടുവന്ന്. പക്ഷേ അതിൽ ചാർജ് ഇല്ല അല്ലേ, അതിൽ ചാർജ് ഇല്ല, അൺചാർജഡ് ആണ്. ആൻഡ് ഈസ് ബ്രോട്ട് ഇൻ കോൺടാക്ട് വിത്ത് B. അത് ആദ്യം ബീനായിട്ട് കോൺടാക്ട് വെച്ചു, അപ്പോൾ അതിൽ ചാർജ് ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുക, ഉള്ള ചാർജ് രണ്ടാളും ഷെയർ ചെയ്യും. അതെങ്ങനെ, ഈ ബിയിൽ ഓൾറെഡി എന്താ ചാർജ് ഉള്ളത്, Q. അപ്പോൾ ആ Q പ്ലസ് മറ്റേതിൽ എത്ര ഉള്ളത് 0 ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര ബിയിലെ പുതിയ ചാർജ് Q/2. അപ്പോൾ ആ സിയിലും എത്ര ചാർജ് Q/2. ഉള്ള ചാർജ് രണ്ടാളും ഷെയർ ചെയ്തു, ഐഡൻറ്റിക്കൽ കണ്ടക്ടേഴ്സ് ആണ്. ഇനി എന്ത് ചെയ്തു, സീന് ആൻഡ് ബ്രോട്ട് ഇൻ കോൺടാക്ട് വിത്ത് എ. ഞാൻ സി കൊണ്ടുവന്നിട്ട് എനായിട്ട് കോൺടാക്ട് വെച്ചു. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുക, ഉള്ള ചാർജ് ഷെയർ ചെയ്യും. അപ്പോൾ എയിൽ Q ചാർജ് ഉണ്ട്, പ്ലസ് സിയിൽ എത്ര ഇപ്പോൾ ഉള്ളത് Q/2 ഉണ്ട്, ഹോൾ ഡിവൈഡഡ് ബൈ 2. മനസ്സിലായോ? അപ്പോൾ ഫുൾ Q പ്ലസ് ഹാഫ് Q, ഫുൾ Q പ്ലസ് ഹാഫ് Q എത്ര 1.5 Q, 1.5 Q/2, 1.5 പകുതി എത്ര 3/4, അപ്പോൾ 3/4 Q. ഇനി ഇവർ തമ്മിലുള്ള ഈ പുതിയ ഫോഴ്സാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ആ പുതിയ ഫോഴ്സിനെ ഞാൻ എഴുതാണ്, നോക്കൂ. F ഡാഷ് ഇസ് ഈക്വൽ ടു 1/4πε0. Q1 എത്ര 3/4 Q ഇൻറ്റു Q2 എത്ര Q/2. മനസ്സിലായല്ലോ? ഹോൾ ഡിവൈഡഡ് ബൈ, ഡിസ്റ്റൻസിൽ മാറ്റില്ല. ഓക്കെ, ആൻഡ് ഫൈനലി റിമൂവ്ഡ് ഫ്രം ബോത്ത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സീനെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവർ എയും ബിയും തന്നെ ഇനിയും ബാക്കിയുള്ളൂ. എന്നിട്ട് ഫൈൻഡ് ദ ന്യൂ ഫോഴ്സ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, എനിക്ക് ഈ സാധനം ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്, ഇതിൻ്റെ വാല്യൂ F ആണെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇയാളെ ഇതിൽ നിന്നാണ് മാറ്റി എഴുതുക. നോക്കൂ, എന്ന് വെച്ചാൽ 1/4πε0 Q² ഡിവൈഡ് ബൈ R² എടുത്ത് എഴുതി. കാരണം ഇതിൻ്റെ വാല്യൂ F എന്ന് എനിക്ക് ഓൾറെഡി അറിയാം. അതിൻ്റെ ടേമിൽ നമുക്ക് ആൻസർ പറയണം. ഇനി ഇതിലിപ്പോൾ ആരൊക്കെ ബാക്കിയുള്ളത്, 1/4πε0 Q² ഡിവൈഡഡ് ബൈ R² പോയാൽ ഞാൻ അവിടെ ആരൊക്കെ ഉള്ളത്, ഒരു 3/4 ഉണ്ട്, പിന്നെ ഒരു 1/2 ഉണ്ട് അല്ലേ. അപ്പോൾ എത്ര കിട്ടുക, ദിസ് ഈസ് ഈക്വൽ ടു 3/8F ഈസ് ദ റൈറ്റ് ആൻസർ. 3/8F ഈസ് ദ റൈറ്റ് ആൻസർ. എല്ലാവർക്കും മനസ്സിലായോ? റെഡി അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, അത് ഇപ്പം നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ NCERT ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
ഓക്കെ, ഇനി നോക്കൂ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. എ ചാർജ് ക്യൂ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ ലൈൻ ജോയിനിങ് ദ ടു ചാർജസ് ക്യാപിറ്റൽ ക്യൂ. എന്ന് വെച്ചാൽ പറഞ്ഞത് ഇവിടെ ഒരു ക്യാപിറ്റൽ ക്യൂ ചാർജ് ഉണ്ട്, അതുപോലെ നോക്കൂ ഇവിടെയും ഒരു ക്യാപിറ്റൽ ക്യൂ ചാർജ് ഉണ്ട്. അവർ നോക്കൂ ഒരു എലോങ് എ സ്ട്രെയിറ്റ് ലൈനിലാണ്. ഓക്കെ, എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. എന്നിട്ട് ഒരു തേർഡ് ചാർജ് സ്മോൾ ക്യൂ അതിൻ്റെ സെൻറ്ററിലാണ് കൊണ്ടുപോയി. വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് ക്യൂ? എ ക്യൂ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ. ഓക്കെ, അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവച്ചു തേർഡ് ചാർജ് ക്യൂ. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം എന്തായി എന്നാണ് പറഞ്ഞത്? ഇക്വിലിബ്രിയത്തിലായി. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ക്യൂ, ഈ ക്യൂവിൻ്റെ വാല്യൂ എത്ര എന്നാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളും കൂടെ നമുക്ക് ആ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതൊന്ന് അവരുമുള്ള ഡിസ്റ്റൻസ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുക. ഇവരുമുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ആർ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡിസ്റ്റൻസ് എത്ര ഉണ്ടാവുക? ദിസ് ഈസ് r/2, ദിസ് ഈസ് r/2. അപ്പോൾ ഈ ഡിസ്റ്റൻസും r/2. ഓക്കെ നിൽക്കട്ടെ. എന്താ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ? ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യമാണ്. ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിൻ്റെ ഏതൊരു പോർഷൻ എടുത്താലും, ഏതൊരു പാർട്ടിക്കിൾ എടുത്താലും ആ പാർട്ടിക്കിളിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. ഇതാണ് ഇക്വിലിബ്രിയം. അപ്പോൾ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് മസ്റ്റ് ബി 0. ദെൻ ഓൺലി ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. യു ഗോട്ട് ഇറ്റ്? നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തിൽ നോക്കൂ, ക്യാപിറ്റൽ ക്യൂ ഉണ്ട്, 2 ക്യാപിറ്റൽ ക്യൂ ഉണ്ട്, ഒരു സ്മോൾ ക്യൂ ഉണ്ട്. ഈ 3 ആരെടുത്ത് കഴിഞ്ഞാലും അയാൾക്ക് മുകളിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്യുന്ന ആൾ തീർച്ചയായും പിന്നെ സെൻറ്ററിൽ വെച്ച സ്മോൾ ക്യൂ ആവരുത്. അങ്ങനെ ആയാൽ നമുക്ക് തെറ്റൂല, പക്ഷെ നമുക്ക് ആൻസർ കിട്ടൂല. നമുക്കൊക്കെ ക്യാൻസൽ ചെയ്ത് ക്യൂവിൻ്റെ വാല്യൂ കിട്ടൂല. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലെ ചാർജാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇയാളെ സെലക്ട് ചെയ്യുക. ഇയാളെ സെലക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? നോക്കൂ, ഇയാൾക്ക് മുകളിൽ ഈ സ്മോൾ ക്യൂ ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ക്യൂ ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളതിൻ്റെ സൈനിനെ കുറിച്ച് ഒന്നും ഇപ്പോൾ ചിന്തിക്കേണ്ടതില്ല. ആ ഓരോരുത്തർ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആഡ് ചെയ്യുക, ഈക്വൽ ടു 0 കൊടുക്കുക. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0. അപ്പോൾ നോക്കൂ, ഞാൻ എഴുതുന്ന നോക്കൂ, ആദ്യം ഞാൻ ഇവർ തമ്മിലുള്ള ഫോഴ്സാണ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് 1/4πε0 ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ ഡിവൈഡഡ് ബൈ r/2 ദ ഹോൾ സ്ക്വയർ. കണ്ടോ? r/2, കാരണം അവരുമുള്ള സെപ്പറേഷൻ r/2 അല്ലേ? ഓക്കെ, പ്ലസ് അടുത്തത് നോക്കൂ, ഈ ക്യാപിറ്റൽ ക്യൂവും ഈ ക്യാപിറ്റൽ ക്യൂ ദിമൽ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ എഗെയിൻ 1/4πε0 ഉണ്ടാകുമ്പോൾ ബ്രാക്കറ്റിലെടുത്ത് പിന്നെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ അവിടെ എന്താ വരിക? r സ്ക്വയർ. ഇതെന്ത് കിട്ടണം? നമുക്ക് 0 കിട്ടണം. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടോ. നോക്ക്, ഈ 1/4πε0 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ അത് ക്യാൻസലായല്ലോ, ക്യാൻസലായി. ഒരു ക്യാപിറ്റൽ ക്യൂവിനെ പുറത്ത് കൊണ്ടുവരിക, പുറത്ത് കൊണ്ടുവന്നിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ അതും 0 ആയി. ഡിനോമിനേറ്ററിൽ r സ്ക്വയർ ഇവിടെ ഉണ്ട്, ഇവിടെ r സ്ക്വയർ ഉണ്ട്, പുറത്തെടുത്തു ഇങ്ങോട്ട് കൊണ്ടുവന്നു, അതും 0 ആയി. മനസ്സിലായോ അല്ലേ? ഓക്കെ, അപ്പോൾ നോക്ക്, പിന്നെ ഇനി ഇവിടെ ആരാ ബാക്കിയുള്ളത്? അവിടെ ന്യൂമറേറ്ററിൽ ഒരു ക്യൂ ഉണ്ട്, ഡിനോമിനേറ്ററിലോ ഒരു 1/4 ഉണ്ട്, പ്ലസ് ഇപ്പുറത്താരുള്ളത് ഒരു ക്യാപിറ്റൽ ക്യൂ മാത്രം അല്ലേ? ബാക്കിയൊക്കെ പോയി 0. ഈ അപ്പോൾ 4q പ്ലസ് ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു 0. റെഡി അല്ലേ? നോക്കൂ, 4q ഈക്വൽ ടു മൈനസ് ക്യാപിറ്റൽ ക്യൂ, ഓർ q ഈസ് ഈക്വൽ ടു മൈനസ് ക്യാപിറ്റൽ ക്യൂ ബൈ 4 ഈസ് ദ ഫൈനൽ ആൻസർ. മനസ്സിലായോ? എല്ലാവർക്കും റെഡി അല്ലേ? നോക്കൂ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് സൂപ്പർ പൊസിഷൻ. അല്ല അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുകയോ ഇതൊന്നുമല്ല നമുക്ക് പ്രധാനം. അതൊന്നും നമുക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല. ആവശ്യമുള്ള സന്ദർഭത്തിൽ അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? അതോടൊപ്പം തന്നെ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കുകയാണ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ചെയ്യുമ്പോൾ എന്താ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്? 2-ലധികം ചാർജുകൾ വരുമ്പോഴാണ് നമുക്കത് ആവശ്യമുള്ളത്. മാത്രമല്ല അത്തരം സന്ദർഭത്തിൽ തന്നെ ആർക്ക് മുകളിലുള്ള ഫോഴ്സാണോ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ആ ഫോഴ്സിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? ആർക്ക് മുകളിലുള്ള ഫോഴ്സാണോ കാണാൻ പറഞ്ഞാൽ അയാളുടെ അടുത്തേക്ക് ചെല്ലുക. അയാളെ ബാക്കിയുള്ളവർ ഉന്തുന്നോ വലിക്കുന്നോ അട്രാക്റ്റ് ചെയ്യാനോ റിപ്പൽ ചെയ്യാനോ ഇത് മാർക്ക് ചെയ്യുക. ചിലർ തിരിച്ചിങ്ങോട്ട് മാർക്ക് ചെയ്യും. ആരാണോ വലിക്കുന്നത് അവിടെ നിന്നല്ല നിങ്ങൾ ആരോ മാർക്ക് ഉണ്ട്. ആർക്ക് മുകളിലാണോ ഫോഴ്സ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അയാളെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. മനസ്സിലായല്ലോ?
നന്നായിട്ട് ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസുകൾ ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഈ ലെക്ചർ നിങ്ങൾ നന്നായി കാണുക, പഠിക്കുക. അതിനുശേഷം ഞാൻ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ പോയിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആവുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ? യെസ്, താങ്ക് യു.